പിന്നെ ഇവിടുന്ന് നമ്മൾ വീഡിയോസിൽ കാണുന്ന സമയത്ത് താജ്മഹൽ അവിടെ ഉണ്ടെങ്കിലും വീഡിയോസിൽ നമുക്ക് വൈറ്റ് കലർന്ന് മാത്രമേ കാണുള്ളൂ. ആ എൻട്രൻസ് ആണ്ട് കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ കറക്റ്റ് എന്താവുള്ളൂ താജ്മഹൽ നമ്മളെ കണ്ണിലേക്ക് വരുന്നത്. കണ്ടോ, അവിടെ എൻട്രൻസിൻ്റെ കടക്കുന്നതോടുകൂടി താജ്മഹൽ നമ്മൾ കാണുന്നുണ്ട്. ഷാജഹാൻ്റെ മൂന്നാമത്തെ പത്നിയായിരുന്നു മുംതാസിന് വേണ്ടിയിട്ടാണ് ഈ താജ്മഹൽ നിർമ്മിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അത് ഇന്നത്തെ കാലത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 5.62 ലക്ഷം കോടി രൂപ ചിലവ് വന്നിട്ടുണ്ട് ഈ താജ്മഹൽ നിർമ്മിക്കാൻ. ഇന്ന് നമ്മളുള്ളത് ആഗ്രയിലെ താജ്മഹലിലേക്കാണ് പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ താജ്മഹലിലേക്ക് എത്തി. ഇനി നമുക്ക് താജ്മഹലിൻ്റെ വിശേഷങ്ങൾ പറയാം. അപ്പോൾ ആ ഒരു അവസ്ഥ ഞാനൊന്ന് വിശദീകരിച്ചെന്നുള്ളൂ. രാത്രി ഡ്രൈവിങ് പോസിബിൾ അല്ല. ഞങ്ങൾ ചെറിയൊരു സാങ്കേതികപരമായൊരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ ഡ്രൈവ് ചെയ്തു. അപ്പോൾ രാവിലെ ഞങ്ങളൊരു 11 മണിക്കാണ് താജ്മഹലിലേക്ക് പോകുന്നത്. കാരണം രാത്രി വൈകി ഉറങ്ങിയില്ലേ. ഇതിപ്പോൾ താജ്മഹലിൻ്റെ നമ്മൾ തെക്ക് ഭാഗത്തെ ഗേറ്റ്, 3 ഗേറ്റാണ് താജ്മഹലിൽ പ്രവേശിക്കാനുള്ളത്. അതിലിപ്പോൾ തെക്കേ ഗേറ്റിലാണ് ഞങ്ങളിപ്പോൾ കയറിയിട്ടുള്ളത്. ഇതിൽ ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്കൊരു ഗൈഡ് ഞങ്ങളെ റൂമിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അവൻ വന്നിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അവർ ഇതിൽ സൈറ്റിൽ കയറിയിട്ട് അവൻ തന്നെ നമുക്ക് ടിക്കറ്റ് എടുത്തു തന്നു. അതൊക്കെ ഒരു ആനുകൂല്യമായി. പിന്നെ 500 രൂപ അവനക്ക് ഒരു കൂലിയായിട്ട് കൊടുത്താൽ അവൻ നമ്മൾ ഗൈഡായിട്ട് നിൽക്കും. പിന്നെ ഏതായാലും ഞങ്ങൾ അവനെ ഒപ്പം കൂട്ടി ഞങ്ങളങ്ങനെ ഈ തെക്കേ കവാടത്തിലൂടെ ഇതിലേക്ക് പോന്നു. ഈ താജ്മഹലിനൊരു പ്രത്യേകത, ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ കാണുന്ന ഇതൊക്കെ റെഡ് സ്റ്റോൺ, അഥവാ നമ്മൾ ചുവന്ന കോട്ട പോലെ തന്നെയാണ് ഒക്കെ കംപ്ലീറ്റ് ഈ സ്റ്റാർട്ടിങ്ങിലൊക്കെ കാണുന്നത്. ഞാൻ മെയിൻ കവാടത്തിലെത്തുമ്പോൾ മാത്രമുള്ളൂ ഇതിൽ മാറ്റം വരുന്നത്, വൈറ്റ് കയറുന്നുള്ളൂ. സ്റ്റാർട്ടിങ് കംപ്ലീറ്റ് ഈ ഗാർഡനും ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളൊരു സൈഡിലൂടെ, വെയിലായത് കാരണം ഞങ്ങൾ ഈ അരുളിലെ പോകണം. ശരിക്കും ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലുള്ള വീഡിയോയിൽ കാണുന്ന അതാണ് ശരിക്കുള്ള മെയിൻ ഗേറ്റ്. അതിലേക്കുള്ള നടക്കേണ്ടത് നമ്മൾ റൈറ്റ് തിരിഞ്ഞപ്പോൾ സ്ട്രൈറ്റ് പോകണം, എന്നാലേ അതിലേക്ക് കറക്റ്റ് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ നടന്നത് വെയിൽ ഒഴിവാക്കാൻ വേണ്ടി. നല്ല വെയിലുണ്ട്. ഞങ്ങൾ ഞായറാഴ്ചയാണ് ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമുക്ക് പോകുന്ന സമയത്ത് നല്ലൊരു തണുപ്പുണ്ട്, ചൂടില്ല എന്തായാലും. അപ്പോൾ കുട്ടികളേറ്റൊക്കെ അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഉള്ളിലൂടെ തന്നെ ശരിക്കുള്ള വഴിയിലൂടെ അല്ലാതെ തന്നെ ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നത്. പിന്നെ ഇനി താജ്മഹലിൻ്റെ വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കാം. അപ്പോൾ നമ്മൾ മെയിൻ കവാടത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിൻ കവാടം ഉസ്താദ് അഹമ്മദ് ലാഹോറി ആണ് ഇതിൻ്റെ ശില്പി. ഇത് 1632 6 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയായിട്ടുള്ളത്. അതിൻ്റെ മുറ്റാണ് ഈ കാണുന്നത്. അതിൻ്റെ വീഡിയോ നമുക്ക് ഇപ്പോൾ കാണാം. ഇതാണ് അതിൻ്റെ മെയിൻ കവാടം. മെയിൻ കവാടം. ഇത് ഫുള്ള് ഖുർആൻ ലിപികൾ കൊണ്ടാണ് ഫുള്ള് ഇതിൻ്റെ ചുമരുകൾ ഈ വെള്ളക്കല്ലുകൾ കൊണ്ടൊക്കെ എഴുതിയിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മൾ വീഡിയോസിൽ കാണുന്ന സമയത്ത് താജ്മഹൽ അവിടെ ഉണ്ടെങ്കിലും വീഡിയോസിൽ നമുക്ക് വൈറ്റ് കലർന്ന് മാത്രമേ കാണുള്ളൂ. ആ എൻട്രൻസ് ആണ്ട് കവർ ചെയ്യുമ്പോഴാണ് നമ്മൾ കറക്റ്റ് എന്താവുള്ളൂ താജ്മഹൽ നമ്മളെ കണ്ണിലേക്ക് വരുന്നത്. കണ്ടോ, അവിടെ എൻട്രൻസിൻ്റെ കടക്കുന്നതോടുകൂടി താജ്മഹൽ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നല്ല ആളുള്ള ദിവസമായിട്ട് ഞായറാഴ്ച. ലോകത്തന്നെ ഒരു മനുഷ്യനിർമ്മിതമായ ഒരു ഏറ്റവും വലിയ ടൂറിസ്റ്റും ഏറ്റവും കൂടുതൽ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുള്ള ലോകത്തെ ഒരു അത്ഭുതമാണ്. ലോകാത്ഭുതങ്ങൾ 7 അത്ഭുതങ്ങളിൽ പെട്ടൊരു അത്ഭുതമാണല്ലോ താജ്മഹൽ. അപ്പം അത്രയ്ക്കും ലോകത്തിന് മുമ്പിൽ ഒരു ക്ലാസിക് നിർമ്മിതിയായിട്ടാണ് നമ്മൾ ഈ താജ്മഹൽ വിശേഷിക്കുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഈ കാണുന്ന ഉദ്യാനം, ഇത് മുഗൾ കാലത്ത് ഫുള്ള് മരങ്ങളായിരുന്നു ഇത്ര ഉണ്ടായിരുന്നത്. വലിയ വലിയ മരങ്ങളായിരുന്നു ഇപ്പോൾ ഈ കാണുന്ന നമ്മളെ ഈ ഏരിയയിലൊക്കെ ഉണ്ടായിരുന്നത്. അഥവാ താജ്മഹൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അത് അങ്ങനെ
1900 ബ്രിട്ടീഷുകാർ ഇത് ഏറ്റെടുത്ത സമയത്ത് അവർ എന്ത് ചെയ്തു, അവരെ നാട്ടിലെ ആ മോഡൽ എല്ലാ മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞ് ഇങ്ങനൊരു ഉദ്യാനമായി മാറ്റി. അഥവാ നമ്മൾ ഇങ്ങനെ ചെറിയ ചെറിയ പാർക്കുകൾ പോലെ നമുക്ക് കാണാൻ പുല്ലുകളൊക്കെ വിരിച്ച് ആ സെറ്റാക്കി മാറ്റിയത് 1990 ബ്രിട്ടീഷുകാർ അവർ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. അതിന് മുന്നേ മരങ്ങളാൽ നിബിഡമായൊരു അവസ്ഥയിലായിരുന്നു മുഗൾ കാലത്ത് ഇത് ഉണ്ടാക്കിയിട്ടിരുന്നത്. അത് അന്നത്തെ ശൈലി. ഇവരെ ശൈലിയിലേക്ക് വന്നപ്പോൾ അവർ ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് കാണാൻ അതിൻ്റെ പൂർണ്ണ സൗന്ദര്യം നമുക്ക് കിട്ടി. പിന്നെ താജ്മഹൽ മാത്രം കാണുമ്പോഴല്ല ലുക്ക്, മൊത്തത്തിൽ നമ്മൾ താജിൻ്റെ മെയിൻ ഗേറ്റിൽ നിന്ന് താജ്മഹലിലേക്ക് നോക്കുമ്പോൾ ആ ഗാർഡനൊക്കെ ഉൾപ്പെടെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉൾപ്പെടെ കാണുമ്പോഴാണ് ആ താജ്മഹലിൻ്റെ യഥാർത്ഥ സൗന്ദര്യം നമുക്ക് കിട്ടുന്നുള്ളൂ. എടുത്ത് വരുമ്പോൾ ജസ്റ്റ് ഒരു ബിൽഡിങ്ങായി മാത്രം മാറും. അപ്പോൾ അതിൻ്റെ സൗന്ദര്യത്തിൽ പ്രധാന പങ്ക് ആര് വഹിച്ചിട്ടുണ്ട്? ബ്രിട്ടീഷുകാർ ഈ ഒരു ഇത് ചെയ്യുന്ന കാര്യത്തിൽ, അതിൻ്റെ ആ വൃന്ദാവൻ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്ന കാര്യത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷാജഹാൻ്റെ 3ാമത്തെ പത്നിയായിരുന്നു മുംതാസിന് വേണ്ടിയിട്ടാണ് ഈ താജ്മഹൽ നിർമ്മിച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. ഈ മുംതാസ് മഹൽ മറ്റുള്ള ഭാര്യമാരും ആയിരുന്നില്ല. കാരണം ബുദ്ധിമതിയായൊരു ഭാര്യയായിരുന്നു. കാരണം ഭരണകാര്യങ്ങൾ വരെ ഇടപെട്ടിരുന്നു. 1631 പിന്നെ അവർ യുദ്ധത്തിൽ ഡക്കാൻ പീഠഭൂമിയിൽ നടന്ന യുദ്ധത്തിലേക്ക് പോകുമ്പോൾ ഷാജഹാൻ്റെ സംഘത്തിൽ മുംതാസിനെ ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് ഗർഭിണി ആയിരിക്കുകയാണ് കൊണ്ടുപോയിട്ടുള്ളത്. മുംതാസിൻ്റെ മരണം സംഭവിക്കുന്നത് 14ാമത്തെ കുട്ടിക്ക് ജന്മം നൽകുമ്പോൾ ആ പ്രസവത്തിലാണ് മുംതാസ് മരിക്കുന്നത്. അന്ന് 38 വയസ്സായിരുന്നു മുംതാസ് മഹലിനുണ്ടായിരുന്നത്. താപ്പി നദിക്കരയിലെ സൈനാബാദ് പൂന്തോട്ടത്തിലായിരുന്നു ആദ്യം മുംതാസ് മഹലിനെ ഖബർ അടക്കം ചെയ്തിരുന്നത്. ഒരു കാര്യം പറയാൻ പറ്റും, ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അത് മാത്രം പോരാ, നമ്മൾ ചെരുപ്പ് അവിടെ മാറ്റി വെച്ച് അവർ തരുന്ന ഒരു ഒരു വൈറ്റ് കളറ് ഒരു കവറ് അത് ഇട്ടിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഖബറുകൾ ശരിക്ക് കാണണമെന്നില്ല. അതിൻ്റെ ആ ഉള്ളിലേക്ക് സെക്യൂരിറ്റി മുഖേന നമുക്ക് ക്യാമറ അവർ കടത്തുന്നുമില്ല. അതിലേക്ക് പ്രവേശിക്കൽ നമുക്ക് കാലിൽ ചെരുപ്പിടാനോ മറ്റൊന്നും കഴിയില്ല. അവർ തരുന്ന ആ സാധനം ഇട്ടിട്ട് നമ്മൾ 10 രൂപ തോന്നുന്ന കവറിന് 10-20 കൊടുത്തിട്ട് ഞങ്ങളത് ഇട്ട് അങ്ങനെയാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങി. ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും കാണില്ല, ജസ്റ്റ് ഒന്ന് കണ്ട് പോരാ എന്നല്ലാതെ കൂടുതലൊന്നുമില്ല. പിന്നെ നല്ല ഹെവി വെയിലാണ് കേട്ടോ. ഈ താജ്മഹൽ വെയിലത്ത് കാണാൻ നല്ല രസമാണ്. കാരണം തിളങ്ങി വെണ്ണ കല്ലുകളിലായതുകൊണ്ട് നല്ല തിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു മൂലക്കലായി വെയിലട്ടിയിട്ട്. കാരണം ഞങ്ങൾ ഈ സമയം 12 മണി 1 മണിയായി തുടങ്ങി. അത്രയ്ക്കും റോങ് ടൈമിൽ നമ്മൾ വന്നത്. ഒന്നുകിൽ അത് രാവിലെ ഒരു 7 മണിക്കൊക്കെ വരികയാണെങ്കിൽ ഒരു 10 മണി നമുക്ക് കണ്ടു കഴിഞ്ഞ് പോവാം. അല്ലെങ്കിൽ ഈവനിങ്ങിൽ 4 മണിക്ക് വന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് പോവുക. അതാണ് ബെറ്റർ സമയം. ഞങ്ങൾ എത്തിയ സമയം ഞങ്ങൾക്ക് അനുകൂലമല്ല. സമയവും ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ള സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടെന്ന് പറയാം. ഇതിപ്പോൾ യമുന നദിക്കരൻ്റെ അടുത്താണ് ഈ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വലതുഭാഗത്ത് കാണുന്നതാണ് യമുന നദി. ഈ കാണുന്നത് ഇതാണ് യമുന നദി. ഇതിൻ്റെ കരയിലാണ് താജ്മഹൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മളെ ആഗ്ര ഫോർട്ട് ഉള്ളത്. ആഗ്ര ഫോർട്ട് ഇതും കൂടി നമുക്ക് പരസ്പരം ആണ്ടുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുന്നൊരു കോലത്തിലാണ്. ആഗ്ര ഫോർട്ടിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ താജ്മഹൽ നമുക്ക് കാണാം. ഇതാണ് നമ്മളെ യമുന നദി. ഈ തീരത്താണ് ഇത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിൻഭാഗത്തായതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു സുഖമുണ്ട് നിൽക്കാൻ. കാരണം വെള്ളം ഉണ്ടായതുകൊണ്ട് അടിക്കുന്ന കാറ്റ് നമുക്ക് തണുത്ത കാറ്റാണ് കിട്ടുന്നത്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വെയിലത്ത് കുട്ടികളെല്ലാവരും ഒന്ന് ടയേർഡായി. എല്ലാവരും ഇവിടെ ഒരു ഒഴിഞ്ഞ സ്ഥലം ഇവിടെ വന്നിട്ടൊന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത്. വേറെ വഴിയൊന്നുമില്ലല്ലോ. പിന്നെ താജ്മഹലിൻ്റെ നിർമ്മാണം 1631 തുടങ്ങി 1653 അവസാനിച്ചു. 22 വർഷക്കാലം ആണ് ഇതിന് പണിക്കുള്ള സമയം വേണ്ടി വന്നത്. പിന്നെ അന്നത്തെ കാലത്ത്
3,20,00,000 രൂപ ചിലവഴിച്ചിട്ട്. അന്നത്തെ കാലത്തട്ടോ. അത് ഇന്നത്തെ കാലത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 5.62 ലക്ഷം കോടി രൂപ ചിലവ് വന്നിട്ടുണ്ട് ഈ താജ്മഹൽ നിർമ്മിക്കാൻ. ഈ താജ്മഹലിൽ മുംതാസ് മഹലിന് ഖബർസ്ഥാനിൻ്റെ അടുത്ത് തന്നെ ഷാജഹാൻ്റെ മരണശേഷം 2 ഖബറും എടുത്തെടുത്തായിട്ടാണ് ഇതിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ വരവിൽ നമുക്കത് കാണാൻ പറ്റില്ല. മുമ്പ് 2003 ഈ താജ്മഹൽ കാണാൻ വേണ്ടി പോയ അന്ന് നമുക്കതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. ഇപ്പം ആ പ്രവേശന ഭാഗം അടവാണ്. ഇപ്പം മുകളിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് കാണാൻ മാത്രമേ കഴിയുള്ളൂ. ആ മുമ്പ് പോയിരുന്ന ആ ഭാഗം ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ താജ്മഹലിൽ നിന്ന് അത് കാഴ്ച കഴിഞ്ഞു. ഞങ്ങൾ ഇനി മടങ്ങുകയാണ്. ഇനി ഞങ്ങൾ നേരെ ഹൈദരാബാദിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഞങ്ങൾ താജ്മഹലിനോട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, വിട പറയുകയാണ്. ഇനി നെക്സ്റ്റ് ഒരു വരുന്ന സമയത്ത് താജ്മഹലൊക്കെ കാണാം. എന്തായാലും ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ക്ലോസ് ചെയ്ത് അതിൻ്റെ പുറത്തേക്കുള്ള കവാടത്തിലേക്ക് നടക്കണം. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.